ഇന്നൊരു എക്സൈറ്റിംഗ് ദിവസമാണ്. ഇന്നത്തെ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈഫിനെ രാവിലെ ജോലിക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ജിമ്മിൽ പോയില്ലേ എന്ന് ചോദിച്ചാൽ പോയില്ല. മടി പിടിച്ചതല്ല, ഒരു ചെറിയ പനി പിടിച്ചതാണ്. ഏതായാലും കൺസിസ്റ്റൻസി നമുക്ക് അടുത്ത ദിവസം മുതൽ തിരിച്ചു പിടിക്കാം. വൈഫിനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷായി ചെറുവട്ടൂർ ഷോറൂമിലേക്കാണ് ഇന്ന് പോകാൻ ഇറങ്ങിയത്. ഇന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞ് എറണാകുളം വരെ ഒന്ന് പോകാനുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ചെറുവട്ടൂർ ഷോറൂമിലേക്ക് ഇറങ്ങിയത്. ഷോറൂമിൽ കയറി ഉച്ച വരെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയായപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് എറണാകുളം പോകുന്നതിന് മുമ്പ് വൈഫിന്റെ ലഞ്ച് ടൈമിൽ ഒന്ന് പിക്ക് ചെയ്യാൻ പോകണം. തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫിന്റെ ലഞ്ച് ടൈമിൽ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയാൽ മതി. വൈഫിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയതിനു ശേഷം ഞാൻ എറണാകുളത്തേക്ക് പോകാൻ ഇറങ്ങി. ഇന്ന് എറണാകുളത്തേക്ക് പോകുന്നത് ഒരു എക്സൈറ്റിംഗ് കാര്യത്തിനാണ്. കുറെ നാളായിട്ട് മനസ്സിലുള്ള ഒരു ബിസിനസ് ഐഡിയ. അതിന്റെ ഇനീഷ്യൽ ഡിസ്കഷനാണ് ഇന്ന് എറണാകുളത്തേക്ക് പോകുന്നത്. ഞാൻ ആദ്യത്തെ വ്ളോഗിൽ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. ഇതും അതുപോലൊരു കാര്യമാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് എൻ്റെ മൈൻഡിലുള്ള ഒരു ബിസിനസ് ഐഡിയ. ഇപ്പൊ അതിന് സമയമായി എന്നൊരു തോന്നൽ. ഇപ്പോഴും ഈ ഐഡിയ നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളൊരു തുടക്കമിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ മീറ്റിങ്ങിന് വന്ന സ്ഥലം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയായിട്ട് തന്നെയാണ് മീറ്റിംഗ്. എന്താണ് കാര്യം, എങ്ങനെയാണ് കാര്യം എന്നൊക്കെ വഴിയെ പറയാം. ഒരു 2 മണിക്കൂറത്തെ മീറ്റിംഗിന് ശേഷം ഹാപ്പി ആയിട്ട് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ വഴി അത്രയും ആലോചിച്ചത് ഈ ബിസിനസ് ഐഡിയയെ കുറിച്ചും അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിനുള്ള കുഴപ്പങ്ങളെ കുറിച്ചുമാണ്. ഇപ്പൊ എനിക്ക് മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ആ വാചകം ഒന്നുകൂടി മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല നിങ്ങളുടെ സ്വപ്നം. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ സ്വപ്നം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.